ഹായ് മക്കളെ, എല്ലാവർക്കും ആശൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്ന മക്കളെ നമ്മുടെ മാത്തമാറ്റിക്സ് ആണ്, അഥവാ നമ്മുടെ ഗണിതം എന്ന സബ്ജക്റ്റ് ആണ്. മക്കൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ മക്കളെ? നോക്കിക്കേ, ആക്ടിവിറ്റി 1 പൂക്കളം. എന്താ മക്കളെ നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത്? പൂക്കളം എന്നതാണ് അല്ലെ. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ടീച്ചർ ആസ്ക്ഡ് 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് to make a design for പൂക്കളം in connection with the Onam celebration. The design by Amina is given. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തിയിട്ട് 3ാം ക്ലാസ്സിലെ കുട്ടികളോട് പൂക്കളം ഒരുക്കുന്നതിനായിട്ട് ഡിസൈൻ തയ്യാറാക്കാനായിട്ട് ആര് ആവശ്യപ്പെട്ടു മക്കളെ? ടീച്ചർ ആവശ്യപ്പെട്ടു അല്ലേ. അപ്പം ആമിന വരച്ചിട്ടുള്ള ഡിസൈൻ ആണ് ഇവിടെ ചുവടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, കുറെ ഷേപ്സുകൾ യൂസ് ചെയ്തിട്ട് ആണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത്? ചിത്രം വരച്ചിട്ടുള്ളത് അല്ലെ. കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തില് സർക്കിള് കാണാം, റെക്ടാങ്കിൾ കാണാം, ട്രയാങ്കിൾ കാണാം അല്ലെ. ത്രികോണവും വൃത്തവും അതുപോലെ ചതുരവും ഒക്കെ ഉപയോഗിച്ചാണ് അവൾ എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ? പൂക്കളത്തിനുള്ള ഡിസൈൻ വരച്ചിട്ടുള്ളത്. അപ്പൊ മക്കൾക്കുള്ള ചോദ്യം ഇതാണ്, മേക്ക് ദ ഡിസൈൻ ബ്യൂട്ടിഫുൾ ഗിവിംഗ് ദീസ് കളേഴ്സ്. അതായത് മക്കളെ ഇവിടെ ട്രയാങ്കിളിന് ബ്ലൂ കളർ അതായത് നീല നിറവും, സർക്കിളിന് റെഡ് കളർ അതായത് ചുവപ്പ് നിറവും, റെക്ടാങ്കിളിന് ചതുരത്തിന് പച്ച നിറവും അതായത് ഗ്രീൻ കളറും നൽകിയിട്ട് അവിടെ തന്നിട്ടുള്ള ഡിസൈന് ഭംഗിയാക്കാനാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ, ഒന്നുമില്ല. ഈ ഓരോ ഷേപ്പിനും അതിന് ഏത് കളറാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് തന്നിട്ടുള്ള പൂക്കളത്തിന്റെ ഡിസൈനിൽ കളർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം ട്രയാങ്കിളിന് ഏത് കളറാ പറഞ്ഞിട്ടുള്ളത് മക്കളെ? മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആക്കാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. ബ്ലൂ കളറാണ്, നീല നിറമാണ് പറഞ്ഞിട്ടുള്ളത്. ത്രികോണത്തിന് നീല നിറമാണ്. അപ്പം ത്രികോണം ഷേപ്സ് കാണുന്നിടത്തെല്ലാം മക്കൾ ഏത് കളർ കൊടുക്കണം? യെസ്, ബ്ലൂ കളർ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ മക്കൾ നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത്, ഇനി മാത്സ് അല്ല ഏതൊരു എക്സാമിന് പോകുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യാം, കളർ കൊണ്ടുപോവാ മക്കളെ. നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ട്രയാങ്കിളിനെല്ലാം ഏത് കളർ കൊടുത്തു മക്കളെ? ബ്ലൂ കളർ കൊടുത്തു അല്ലെ, നീല നിറം കൊടുത്തു. ദെൻ അടുത്തത് സർക്കിളിന് ഏത് കളറാ മക്കളെ? റെഡ് കളറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചുവപ്പ് നിറമാണ് വട്ടത്തിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വൃത്തത്തിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അവിടെ കാണുന്ന എല്ലാ സർക്കിൾസിനും എല്ലാ വട്ടങ്ങൾക്കും ഏത് കളർ കൊടുക്കുക? റെഡ് കളർ കൊടുക്കണം. ഇവിടെ സെന്ററിൽ ഒന്നുകൂടി ഉണ്ട്. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്തത് ഏതാണ്? റെക്ടാങ്കിൾ ആണല്ലേ. റെക്ടാങ്കിളിന് ഏത് കളറാണ് മക്കളെ? ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. പച്ച നിറമാണ് ചതുരത്തിന് കൊടുക്കേണ്ടത്. അപ്പം ഗ്രീൻ സെലക്ട് ചെയ്ത് ബാക്കി വരുന്ന എല്ലാ റെക്ടാങ്കിൾസിനും ഏത് കളർ കൊടുക്കണം മക്കളെ? പച്ച നിറം നൽകണം അല്ലെ. ഗ്രീൻ കളർ വേണം നൽകാനായിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കൃത്യമായിട്ട് ഓരോ ഷേപ്സ് ആണ് ഏതാ എന്നുള്ളതും കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യാ, നിറം നൽകുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് സർക്കിളിനും റെക്ടാങ്കിളിനും ട്രയാങ്കിളിനും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലെ ആ ഒരു പൂക്കളത്തിന് നിറം നൽകി ഭംഗിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് അല്ലേ? ദെൻ നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐഡന്റിഫൈ ദി ഷേപ്സ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. എന്താ മക്കളെ പറഞ്ഞത്? ചിത്രത്തിലെ രൂപങ്ങൾ കണ്ടെത്തിയിട്ട് അവയുടെ പേരും അവയുടെ എണ്ണവും എഴുതാനാ പറഞ്ഞത്. മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതലേ ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കറിയാം അവിടെ ഏതൊക്കെയുണ്ട്? വൃത്തം സർക്കിൾ ഉണ്ട്, ത്രികോണം ട്രയാങ്കിൾ ഉണ്ട്, ചതുരം റെക്ടാങ്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് വൃത്തം എത്രയാന്ന് നോക്കാം. എണ്ണിക്ക മക്കളെ. മിസ് കളർ ചെയ്യാത്ത ഈ ചിത്രത്തിൽ കൗണ്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. 1 2 3 4 5 6. അപ്പൊ എത്രയുണ്ട് മക്കളെ? വൃത്തം എത്രയുണ്ട്? സർക്കിള് 6 എണ്ണമാണ്. ദെൻ ട്രയാങ്കിൾ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4
അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ, ഓൺലി 5 triangles. ഓക്കെ, ദെൻ അടുത്തത് റെക്ടാംഗിൾ ആണ് മക്കളെ. കൗണ്ട് ചെയ്തിയ റെക്ടാംഗിൾ ചതുരം എത്രയുണ്ട് മക്കളെ? 1 2 3 4 5 6 7 8 9 10. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ മക്കളെ. 10 ചതുരങ്ങളാണ് അവിടെ ഉള്ളത് അല്ലെ. 1 2 3 4 5 6 7 8 9 10 10 ചതുരങ്ങളുമാണ് നമുക്ക് അവിടെ ഉള്ളത് അല്ലെ. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, ഓരോ ഷേപ്സിനും നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ള കളർ ഏതാ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിറം നൽകുക. അതുപോലെ തന്നെ ഓരോ ഷേപ്സിന്റെ പേരുകളും എഴുതുക. അതുപോലെ തന്നെ അവയുടെ എണ്ണവും കൃത്യമായിട്ട് എഴുതുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് അവിടെ ചതുരം എത്ര കിട്ടി? 10 കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ 1 2 3 4 5 6 6 സർക്കിൾസും അതുപോലെ 1 2 3 4 5 5 ട്രയാങ്കിൾസും അതുപോലെ 1 2 3 4 5 6 7 8 9 10 10 റെക്ടാങ്കിൾസും കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ മിസ് കൃത്യമായിട്ട് അവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. വൃത്തം 6ഉം ത്രികോണം 5ഉം ചതുരം 10 എണ്ണവുമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ദെൻ നോക്കിക്കേ മക്കളെ, മക്കളോട് പറഞ്ഞത് എന്താണ്? ഡ്രോ എ പിക്ചർ യൂസിങ് ദി ഷേപ്സ് ദാറ്റ് യു ഹാവ് ഐഡന്റിഫൈഡ്. അതായത് മക്കളെ, നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കൂ. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ മുതൽ ഷേപ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു പ്രവർത്തനം അല്ലെ. മക്കൾക്ക് അറിയാവുന്ന ട്രയാങ്കിളും സർക്കിളും അതുപോലെ റെക്ടാങ്കിൾ അല്ലെ, ത്രികോണവും വട്ടവും അല്ലെങ്കിൽ വൃത്തവും ചതുരവും ഉപയോഗിച്ച് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചിത്രം വരയ്ക്കാനാ പറഞ്ഞത് മക്കളെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടോ. മിസ് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, മക്കൾക്ക് ഇതുപോലെ വരയ്ക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളുടെ രൂപങ്ങളോ പൂക്കളുടെ രൂപങ്ങളോ വീടുകളോ മറ്റോ എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോവാം. ആക്ടിവിറ്റി 2 സ്പോർട്സ് മീറ്റ് എന്നതാണ് മക്കളെ. കായികോത്സവം എന്നതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര് വരുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ മക്കളെ. Just numbers from 100 to 244 were given to the athletes who participated in the രാജമാലി ഗവൺമെന്റ് UP സ്കൂൾ സ്പോർട്സ് മീറ്റ്. എന്താ മക്കളെ പറഞ്ഞത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാജമല്ലി ഗവൺമെന്റ് UP സ്കൂളില് കായികമേളയിൽ പങ്കെടുത്തിട്ടുള്ള കായിക താരങ്ങൾക്ക് 100 to 244 അല്ലെ, അതായത് 100 മുതൽ 244 വരെയുള്ള ചെസ് നമ്പറുകളാണ് നൽകിയിട്ടുള്ളത്. ഇനി മക്കൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദി നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്പോർട്സ് മീറ്റ്. അതായത് മക്കളെ, കായികമേളയിൽ പങ്കെടുത്തിട്ടുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആകെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ചെസ് നമ്പേഴ്സ് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, 100 മുതൽ 244 അല്ലെ, 100 മുതൽ 244 വരെയാണ് ചെസ് നമ്പേഴ്സ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100നും 244നും ഇടയിലുള്ള നമ്പറുകൾ നോക്കിയാ പോരെ മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം? നമുക്കറിയില്ലേ, ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ചെസ് നമ്പർ എത്രയാണ്? 100 ആണ്. ഒന്നാമത്തെ കുട്ടിയുടെ ചെസ് നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ലാസ്റ്റ് സ്റ്റുഡന്റിന്റെ ചെസ് നമ്പർ എന്ന് ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ദാ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. പറഞ്ഞ 244 അപ്പൊ അവർക്ക് ഇടയിലുള്ള ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 244 മൈനസ് 100 ചെയ്യണം അല്ലെ. 244 കുറയ്ക്കണം, 100 ചെയ്യണം. 4 - 0 4, again 4 - 0 4, then 2 - 1 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി മക്കളെ? 144 144 എന്ന് കിട്ടി. അത് കണ്ടാ മതിയോ മക്കളെ? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് +1 കൂടി ചെയ്യണം. അതായത് ആകെ കുട്ടികളുടെ എണ്ണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് 1 കൂട്ടുക കൂടി ചെയ്യണം കേട്ടോ. അപ്പം അവസാനമുള്ള ചെസ് നമ്പറിൽ നിന്ന് ആദ്യത്തെ ചെസ് നമ്പറിന്റെ എണ്ണം കുറച്ചതിന് ശേഷം എന്ത് ചെയ്യാ? +1 ചെയ്ത് നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസിനെ കിട്ടും. ക്ലിയർ അല്ല മക്കളെ?
ക്ലിയർ അല്ലേ? then അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാല്ലേ? നോക്കിക്കേ, the chess numbers from 100 to 155 were given to the LP students. How many LP students participated in the competition? അതായത് മക്കളെ LP വിഭാഗം കുട്ടികൾക്ക് 100 മുതൽ 155 വരെയുള്ള ചെസ് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ LP വിഭാഗത്തിൽ നിന്ന് എത്ര കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു? ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് മക്കളെ. നമുക്ക് ആദ്യം ചെസ് നമ്പർ തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് സ്റ്റുഡൻസ് ചെസ് നമ്പർ എത്രയാണ്? 100 ആണ്, 100 ആണ്. ദ ലാസ്റ്റ് സ്റ്റുഡന്റിന്റെ ചെസ് നമ്പർ 155 ആണ്, 155 ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 155 മൈനസ് 100 അല്ലെ? 155 കുറയ്ക്കണം 100 ആണ്. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 55 ആണ്. അപ്പൊ 55 കുട്ടികളാണോ മക്കളെ? അല്ല, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? +1 ഒന്ന് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണ്? 56 സ്റ്റുഡൻസ് ആണ് LP വിഭാഗത്തില് കോമ്പറ്റീഷൻ എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. സെറ്റ് അല്ല മക്കളെ? അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ. in the march past the students having the chess numbers from 101 to 109 stood in the correct order in the first line. Write the chess numbers of the fifth student in the line. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? മാർച്ച് പാസ്റ്റിൽ അണിനിരഞ്ഞപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ വരിയിൽ 101 മുതൽ 109 വരെയുള്ള ചെസ് നമ്പറുകളുള്ള കുട്ടികൾ ക്രമമായാണ് നിൽക്കുന്നത്. വരിയിൽ അഞ്ചാമതായി നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ, അപ്പൊ ഒന്നാമതായിട്ട് നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ എത്രയാ മക്കളെ? 101, 101. രണ്ടാമതായി എത്രയായിരിക്കും? 102, 103, 104. അപ്പോൾ അഞ്ചാമതായിട്ട് ഇരിക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ എത്രയാ? 105. ഇവിടെ ചിലപ്പം മക്കൾക്ക് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം കൂട്ടുകാർ ഇങ്ങനെ എഴുതി നോക്കുന്നതിന് പകരം ഒന്നാമത്തെ കുട്ടിയുടെ ചെസ് നമ്പർ എത്രയാണ്? അതിലേക്ക് 5 ആഡ് ചെയ്തു. അപ്പൊ എത്രയാണ്? 106, 106 ആണ് എന്ന് പറയരുത്. ഉത്തരം തെറ്റാണ്. കാര്യം നമുക്ക് 101 മുതൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ 101 എന്താണ് മക്കളെ? അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ? 101 ശേഷമുള്ള ചെസ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ 102 മുതലേ തുടങ്ങുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 101 ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ 101 എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ നമ്പർ ആണ്. അപ്പൊ ഒന്നാമത്തെ ആളുടെ നമ്പർ 101 ആണ്. പിന്നെ നമ്മളിലേക്ക് അതിലേക്ക് 5 ആഡ് ചെയ്ത ഉത്തരം എന്തായി പോകും? റോങ് ആയി പോകില്ല. അപ്പൊ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ ഉത്തരം കറക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ല മക്കളെ? അല്ലെങ്കിൽ ജസ്റ്റ് മക്കൾ കൗണ്ട് ചെയ്ത് നോക്കിയത് കുറച്ച് ആൾക്കാരുടെ എണ്ണല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഫിഫ്ത് സ്റ്റുഡന്റിന്റെ നമ്പർ എത്രയായിരിക്കും മക്കളെ? അഞ്ചാമത്തെ കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 105, 105 ആയിരിക്കും. ഓക്കെ അല്ല മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 685 was spent to give the medals to the winners of the contestants and Rs 284 was spent to prepare the chess numbers. Write the total amount spent. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. മത്സരത്തിലെ വിജയികൾക്ക് മെഡൽ നൽകാനായിട്ട് 685 രൂപയും ടെസ്റ്റ് നമ്പറുകൾ തയ്യാറാക്കുന്നതിനായിട്ട് 284 രൂപയും ചെലവായി. ആകെ എത്ര രൂപ ചെലവായി? ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആകെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. അതായത് 685 പ്ലസ് 284. 5 പ്ലസ് 4 എത്രയാണ് മക്കളെ? 9 ആണ്. 8 പ്ലസ് 8, 8 കൂട്ടണം 8, 16 ആണ്. ബാലൻസ് ഒന്ന് അടുത്ത നമ്പറിന് കൊടുത്തു. 6 1 7, 7 2 9. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 969. ഓക്കെ, 969 കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ജസ്റ്റ് രണ്ടും കൂടി ആഡ് ചെയ്ത നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ആകെ ചെലവായിട്ടുള്ള തുക കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രവർത്തനം 3 സ്കൂൾ ബസാർ. ആക്ടിവിറ്റി 3 സ്കൂൾ ബസാർ. കൂട്ടുകാർക്ക് അവിടെയുള്ള ചിത്രം കുറച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ കുറവുണ്ടായിരിക്കും. അതുകൊണ്ട് മിസ് എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ഇവിടെ സൈഡിലായിട്ട് അവിടെയുള്ള ഓരോ സാധനങ്ങളുടെ പ്രൈസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. നമുക്കത് അത്ര ക്ലാരിറ്റിയിൽ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. നമുക്ക് അവിടെ ഒരു സ്കൂൾ ബസാറിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? മക്കളെല്ലാം സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ബസാറിലും മറ്റും പോയിട്ടായിരിക്കും നിങ്ങൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സകല സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ മക്കളെ? അല്ലേ? അപ്പൊ നോക്കിക്കേ. വിദ്യ bought things worth ₹815 from the school bazaar. At first, she bought an umbrella and a box. Name the thing she bought for the balance money. എന്താ മക്കളെ പറഞ്ഞത്? സ്കൂൾ ബസാറിൽ നിന്ന് 815 രൂപ ചെലവഴിച്ച് വിദ്യ സാധനങ്ങൾ വാങ്ങി. ആദ്യം വാങ്ങിയത് കുടയും ബോക്സുമാണ്. ബാക്കിയുള്ള രൂപയ്ക്ക് വാങ്ങിയ സാധനം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുള്ളത്. ഒന്നെന്താണ്? സ്കൂൾ ബസാറിൽ നിന്ന് 815 രൂപയാണ് അവൾ ചെലവാക്കിയിട്ടുള്ളത്. എന്നിട്ട് അവൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? കുടയും അതുപോലെ തന്നെ ബോക്സുമാണ് വാങ്ങി. അപ്പൊ അംബർലയുടെ റുപ്പി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്?
ബോക്സിന്റെ 85 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ അവള് 815 രൂപയാണ് ചെലവഴിച്ചത് എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി പൈസയ്ക്ക് അവൾക്ക് മേടിക്കാവുന്ന സാധനമാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കണ്ടെത്തണം മക്കളെ? ആദ്യം കുടയ്ക്കും ബോക്സിനും കൂടി എത്ര രൂപയായി എന്ന് കണ്ടെത്തണം. എന്നിട്ട് അവൾ അതിന് എത്ര രൂപ ടോട്ടൽ കൊടുത്തു, അവളുടെ കയ്യിൽ ബാലൻസ് എത്രയാണുള്ളത് നോക്കണം. ആ ബാലൻസ് എമൗണ്ടിന് വാങ്ങാൻ പറ്റുന്ന സാധനം ഏതാണ് ഈ പ്രൈസ് ലിസ്റ്റിലുള്ളത് എന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതാണ് മിസ് പറഞ്ഞത്. കുറെ നമുക്ക് ചുറ്റി ചെയ്യാനായിട്ടുണ്ട്. സെറ്റ് ഇല്ല മക്കളെ? അപ്പൊ നോക്കിക്കേ, പ്രൈസ് ഓഫ് അംബർല, ഒരു കുടയുടെ വില എത്രയാ മക്കളെ? 400 റുപ്പീസ് ആണ്, 400 രൂപയാണ്. ദെൻ പ്രൈസ് ഓഫ് ബോക്സ്, ബോക്സിന്റെ വില എത്രയാ മക്കളെ? 85 ആണ്, 85 ആണ്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് അംബർല ആൻഡ് ബോക്സ് അല്ലെ, ബോക്സിന്റെയും കുടയുടെയും ആകെ വില എത്രയാ മക്കളെ? 485 ആണ്. ഇനി ബാലൻസ് എമൗണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 815 മൈനസ് 485 ചെയ്യണം അല്ലെ. നോക്കിക്കേ മക്കളെ, 5 മൈനസ് 5 എത്രയാണ്? 0 ആണ്. 1 മൈനസ് 8 പോസിബിൾ അല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിനെ മാറ്റും. ഇവിടെ 11 ആവും, ഇവിടെ 7 ആവും അല്ലെ. 11ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ ആവുക? 3 ആണ് ആവുക അല്ലെ. 11ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 3 ആണ് ആവുക. 8 കഴിഞ്ഞിട്ട് 9, 10, 11 അല്ലെ. ഓക്കെ, ദെൻ 7 മൈനസ് 4 എത്രയാണ് മക്കളെ? 3. അപ്പം ബാക്കി നമുക്ക് എത്ര കിട്ടി? 330 എന്ന് കിട്ടിയില്ല, 330 എന്ന് കിട്ടി. ഈ 330 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ പ്രൈസ് ലിസ്റ്റിൽ ഉണ്ടോ നോക്കിക്കാം മക്കളെ. ഇവിടെ ഷൂ നോക്കിക്കുക, എത്ര രൂപയാണ്? 330 റുപ്പീസ് അല്ലെ. ആ ഒരൊറ്റ സാധനം മേടിച്ചാൽ ആ ഒരൊറ്റ സാധനം കൂടി അവൾക്ക് വേണമെങ്കിൽ അവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വേറെയുണ്ട് 2 സാധനങ്ങളും 3 സാധനങ്ങളൊക്കെ മേടിക്കാം. ആ പൈസയ്ക്ക് ഉള്ളിലുള്ള ഏതൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ളത് മക്കള് കണ്ടെത്തിയാൽ മതി. ആ തുക മുഴുവൻ ഉപയോഗിച്ചിട്ട് നോക്കിക്കേ, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 815 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ നിങ്ങൾ എന്ത് ചെയ്യണം? 815 രൂപ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും അവിടുന്ന് ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ 330 രൂപയ്ക്ക് അവള് വാങ്ങിയ സാധനം ഏതായിരിക്കും മക്കളെ? ഷൂസ് ആയിരിക്കും മേടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ദെൻ അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. If one has to buy the most expensive item and the cheapest item from the school bazaar, how much will need in total? അതായത് മക്കളെ, സ്കൂൾ ബസാറിൽ നിന്ന് ഏറ്റവും വില കൂടിയതും ഏറ്റവും വില കുറഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വില കൂടിയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം അല്ലെ. ഇവിടെ 400 ആണ്, 85, 330, 420, 250, 180, 100, 90, 55. അപ്പൊ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് എമൗണ്ട് ഏതാണ് മക്കളെ? 420 ആണല്ലേ, 420 ആണ്. ദെൻ ഏറ്റവും ചീപ്പസ്റ്റ് ഏതാ? ഏറ്റവും വില കുറഞ്ഞത് ഏതാ? 55 ആണ്, 55 ആണ്. ഓക്കെ, അപ്പൊ 420ഉം 55ഉം ആണ് അല്ലെ. ബാഗിനും സ്കെച്ച് പെന്നിനും ആണ് ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും വില. നോക്കിക്കേ മക്കളെ, ദ പ്രൈസ് ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ഏതാണ്? ബാഗ് ആണ്, 420 രൂപയാണ്. ദെൻ പ്രൈസ് ഓഫ് ചീപ്പസ്റ്റ് ഐറ്റം, അതായത് വില കുറഞ്ഞത് ഏതാണ്? സ്കെച്ച് പെൻ ആണ്, 55 രൂപയാണ്. അപ്പൊ ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 420 കൂട്ടണം 55 ചെയ്യണം. 0 + 5 5 ആണ്, 2 + 5 7 ആണ്. അപ്പൊ എത്ര കിട്ടി? 475, 475 എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, how much will be needed by a coloring book, sketch pen and a box put a tick mark against the right answer. അതായത് മക്കളെ, സ്കൂൾ ബസാറിൽ നിന്ന് ഒരു കളറിംഗ് ബുക്കും ഒരു സ്കെച്ചും ഒരു ബോക്സും എന്നീ സാധനങ്ങൾ വാങ്ങാനായിട്ട് ആകെ എത്ര രൂപ വേണം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ? അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം അല്ലെ അവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്ലേറ്റ് അല്ലെ നമുക്കൊന്ന് പറഞ്ഞിട്ടുള്ളത്? കളറിംഗ് ബുക്ക്, സ്കെച്ച്, ബോക്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, കളറിംഗ് ബുക്കിന് എത്ര രൂപയാണ് മക്കളെ? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. കളറിംഗ് ബുക്കിന് എത്ര രൂപയാണ്? കളറിംഗ് ബുക്കിന് 100 രൂപയാണ്. കളറിംഗ് ബുക്കിന് എത്ര രൂപയാണ്? 100 റുപ്പീസ് ആണ്, 100 രൂപയാണ്. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്കെച്ചും അതുപോലെ തന്നെ ബോക്സും ആണ് അല്ലെ. സ്കെച്ചിന് എത്ര രൂപയാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? സ്കെച്ച് പെന്നിന് 55 രൂപയാണ്. ബോക്സിന് എത്ര രൂപയാണ്? 85 രൂപയാണ്. അപ്പൊ ടോട്ടൽ
കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 100+ അല്ലെ, 100 കൂട്ടണം, അതുപോലെ തന്നെ 85 കൂട്ടണം, 55 ചെയ്യണം അല്ലേ മക്കളെ? 100ഉം 85ഉം 55ഉം കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടൂലേ? 100ഉം അതുപോലെ തന്നെ 85ഉം 55ഉം ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ആൻസർ കിട്ടുക. മിസ് ഇവിടെ സ്ലേറ്റിന്റെ പൈസയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്ലേറ്റ് അല്ല, നമ്മളോട് കളറിംഗ് ബുക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? നോക്കിക്കേ, 0 + 5 + 5 എത്രയാ മക്കളെ? 10 ആണ്. ബാലൻസ് 1 ആണ്. ഓക്കെ, 8ഉം 1ഉം എത്രയാണ്? 9 ആണ്. 9ഉം 5ഉം എത്രയാ മക്കളെ? 14 ആണ്. ബാലൻസ് 1 ഉണ്ടായിരിക്കും. അപ്പൊ എത്രയാണ്? 240 എന്ന് കിട്ടും, 240 എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പൊ അവിടെ നിന്ന് മക്കള് കറക്റ്റ് ചെയ്യാൻ മിസ് അവിടെ ആൻസർ കൊടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ എക്സാമിനായിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ? അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.